Hello everyone, welcome to yet another session on the scales of measurement. So here we will be discussing about each scale of measurement in detail. So first, let's consider the nominal scale, which is based on the identity property of the abstract number system. So this is the lowest level of measurement. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കെയിൽസ് ഓഫ് മെഷർമെന്റിനെ നമ്മൾ ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്നും കൂടി പറയും. സോ ഓരോ സ്കെയിലിനും, അതായത് നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്ന 4 സ്കെയിൽസിന് മെഷർമെന്റിന്റെ 4 ലെവൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതിൽ നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് ആണ്. അതായത് വളരെ ചുരുങ്ങിയ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് മെഷർമെന്റ് ആണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡ് in this scale, numbers are used to name, identify or classify persons, objects or groups. So ഞാൻ ഐഡന്റിറ്റിന്റെ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷന്റെ അബ്സ്ട്രാക്ട് നമ്പർ സിസ്റ്റത്തിൽ അതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡന്റിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റോൾ നമ്പറിനെ കൺസിഡർ ചെയ്യാം. നമ്മൾ റോൾ നമ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്പേഴ്സ് തന്നെയാണ് അല്ലെ. അബ്സ്ട്രാക്ട് നമ്പർ സിസ്റ്റത്തിലുള്ള 1 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന നമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ സ്റ്റുഡന്റിനെയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു പേർപ്പസ് മാത്രമേ അവിടെ ഈ നമ്പേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നോമിനൽ സ്കെയിലുള്ള ഏതൊരു വേരിയബിൾ ആണെങ്കിലും ശരി, അതിൽ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നാണെങ്കിൽ അത് certain പേഴ്സൺസിനോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനോ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. നമ്മൾ യൂഷ്വലി ഇപ്പം റിസർച്ചുകൾ അല്ലെങ്കിൽ സ്റ്റഡികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കുറച്ചും കൂടി ഒന്ന് കൺസോളിഡേറ്റഡ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കയ്യിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നാണെങ്കിൽ അതിൽ നമുക്ക് മെയിൽ ഫീമെയിൽ ഡിഫറൻസ് നോക്കണം. സോ നമ്മൾ മെയിൽസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റേനെ 1 എന്ന് പറഞ്ഞിട്ടും ഫീമെയിൽസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റേനെ 2 എന്നും പറഞ്ഞിട്ടാണ് യൂഷ്വലി ക്ലാസിഫൈ ചെയ്യാറ്. സോ ഇവിടെ 1 and 2 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഈ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ജെൻഡർ എന്ന് പറയുന്നത് ഒരു നോമിനൽ സ്കെയിലിൽ വരുന്ന വേരിയബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതല്ലാതെ 1 കൂടുതലാണ് അല്ലെങ്കിൽ 2 കൂടുതലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് നമ്പർ ഓഫ് മെയിൽസ് അല്ലെങ്കിൽ ഫീമെയിൽസ് കൂടുക എന്നുള്ളതല്ല. അതിപ്പം 1ന്റെ ക്വാളിറ്റി 2വിനേക്കാളും ബെറ്റർ ആണ് അല്ലെങ്കിൽ 2ന്റെ ക്വാളിറ്റി 1നേക്കാളും ബെറ്റർ ആണെന്നൊന്നും നമുക്ക് ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ജസ്റ്റ് 1 and 2 എന്ന് പറയുന്നത് എന്താ? 2 ഗ്രൂപ്പിനെ അല്ലെങ്കിൽ 2 വ്യക്തികളെ അല്ലെങ്കിൽ 2 ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രം ആയിരിക്കും. And the third point is that in nominal measurement, members of any 2 groups are never equivalent, but all members of any one group are always equivalent. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ജെൻഡർ എന്ന് പറഞ്ഞു. ജെൻഡറിന്റെ അകത്ത് 1 എന്ന് പറയുന്നത് മെയിൽസും 2 എന്ന് പറയുന്നത് ഫീമെയിൽസും ആണെന്ന് പറഞ്ഞു. സോ ഒരു തരത്തിലും ഈ 2 ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈക്വലന്റ് ആയിരിക്കില്ല, അതായത് ഈക്വൽ ആയിരിക്കില്ല. 1 എന്ന് പറയുന്നത് മെയിൽസ് ആണ്, 2 എന്ന് പറയുന്നത് ഫീമെയിൽസ് ആണ്. സോ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിഫറെന്റ് ഇൻ മെനി സെൻസസ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഗ്രൂപ്പും സെയിം ആണ്, 2 ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഓരോ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ്, അതായത് 1 എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഡിഫറെന്റ് മെമ്പേഴ്സ് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതല്ലെങ്കിൽ 2 എന്ന് പറയുന്ന ഫീമെയിൽസിന്റെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഈക്വലന്റ്, അതായത് ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടിന്റെ ബേസിസിൽ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതായത് ഇവിടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ജെൻഡർ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ബേസിസിലാണ്. ആ ജെൻഡർ എന്ന് പറയുന്നതിൽ മെയിലിനെ 1ഉം ഫീമെയിലിനെ 2ഉം ആക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ 1 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്നതിലുള്ള മെമ്പേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. 1ലുള്ളത് മെയിൽസ് മാത്രമായിരിക്കും, 2ലുള്ളത് ഫീമെയിൽസ് മാത്രമായിരിക്കും. പക്ഷെ ഒരു സെയിം ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വലന്റ് ആയിരിക്കും. ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന്റെ ബേസിസിൽ 1 എന്ന് പറയുന്നത് എന്താ? മെയിൽസിന്റെ ഗ്രൂപ്പിലെല്ലാം മെയിൽസ് ആയിരിക്കും. സോ ജെൻഡർ ബേസിസിൽ അവരെല്ലാവരും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും
ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ഫീമെയിൽ ഗ്രൂപ്പിലും ഉണ്ടാവുക. സോ അതാണ് ഇവിടെ പറഞ്ഞത്, മെമ്പേഴ്സ് ഓഫ് എനി 2 ഗ്രൂപ്പ്സ് ആർ നെവർ ഇക്വലന്റ് ബട്ട് ഓൾ മെമ്പേഴ്സ് ഓഫ് എനി 1 ഗ്രൂപ്പ് ആർ ഓൾവേസ് ഇക്വലന്റ് എന്ന്. Now, the admissible statistical operations are counting or frequency, percentage, proportion, mode and coefficient of contingency, that is the extent of relationship between two variables. സോ ഈ ഒരു സ്കെയിൽ വെച്ചിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിന്റെ ബേസിസിലുള്ള വേരിയബിൾസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെർട്ടൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് കൗണ്ടിങ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ആണ്. അപ്പം ഒരു ഗ്രൂപ്പിൽ ഇത്ര, അതായത് 1 എന്ന് പറയുന്ന മെയിൽസിന്റെ ഗ്രൂപ്പിൽ നമുക്ക് എത്ര മെയിൽ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ഫ്രീക്വൻസി നമുക്ക് പറയാൻ സാധിക്കും. പെർസെന്റേജും കണക്കാക്കാൻ പറ്റും. ടോട്ടൽ ഗ്രൂപ്പിന്റെ എണ്ണം, അതായത് ടോട്ടൽ മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും കൂടി ടോട്ടൽ എണ്ണം നമുക്ക് അറിയുകയാണെന്നാണെങ്കിൽ പെർസെന്റേജ് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊപ്പോർഷനും കാണാൻ പറ്റും, മോഡ് കാണാൻ പറ്റും ആൻഡ് ഓൾസോ കോയിഫിഷ്യന്റ് ഓഫ് കോണ്ടിജൻസി. സോ ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ഒരു നോമിനൽ സ്കെയിലിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാൻ പറ്റുക. And mathematical operations like addition, subtraction, etc. is not possible with this scale. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും പോലും നമുക്ക് ഈ ഒരു നോമിനൽ സ്കെയിലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയുള്ളൂ നോമിനൽ. ആലോചിച്ച് നോക്കുന്നു, ജെൻഡർ എന്ന് പറയുന്നത് 1ഉം 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 1നെയും 2നെയും 2 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നോമിനൽ സ്കെയിലുള്ള വേരിയബിൾസിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് സാറ്റിസ്ഫൈസ് ദി മെഷർമെന്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഓൺലി ഐഡന്റിറ്റി. സോ നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്സ്ട്രാക്ട് നമ്പർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിലുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീനെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ. And finally, the drawback of this scale is that it is most elementary and simple. So yeah, അതിന്റെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ വളരെ എലിമെന്ററി ആയിട്ടുള്ള ഒരു ലൈക്ക് എലിമെന്ററി ഫോം എന്ന് പറയുന്നത് ഈ ഒരു സ്കെയിലിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ നോമിനൽ സ്കെയിൽ. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്കെയിൽ ആൻഡ് ദാറ്റ് ഈസ് ഓർഡിനൽ സ്കെയിൽ. So nominal ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് ആയിരുന്നു ആൻഡ് ഓർഡിനൽ സ്കെയിൽ ഈസ് ദി സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെന്റ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഹാസ് ദി പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഐഡന്റിറ്റി ബട്ട് നോട്ട് ഓഫ് ഈക്വൽ ഇന്റർവൽസ് ആൻഡ് അബ്സല്യൂട്ട് സീറോ. സോ സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെന്റ് ആണ്. സോ ഒബ്വിയസ്ലി അതിന് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഫസ്റ്റ് ലെവലിന്റെ അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവലിന്റെ പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടാവും. സോ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദി പ്രോപ്പർട്ടി ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് അലോങ് വിത്ത് ദി പ്രോപ്പർട്ടി ഓഫ് ഐഡന്റിറ്റി. അപ്പം ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ട് പ്രോപ്പർട്ടീസും ഓർഡിനൽ സ്കെയിലുള്ള വേരിയബിൾസിന് ഉണ്ടാവും. ബട്ട് ഈക്വൽ ഇന്റർവൽസിന്റെ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. ഓക്കെ. And in ordinal measurement, the numbers denote the rank order of the objects or the individuals. And here the numbers are arranged from highest to lowest or lowest to highest. So again ഞാൻ മാഗ്നിറ്റ്യൂഡിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാങ്ക് നമുക്ക് ഇപ്പം റാങ്ക് എന്ന് പറയുന്നത് എന്താ, സെർട്ടൈൻ നമ്പേഴ്സ് തന്നെയാണ്. നമുക്ക് ഒരു 10 ആൾക്കാരുണ്ട് എന്നാണെങ്കിൽ 10 ആൾക്കാരെ അവരുടെ അക്കാഡമിക് പെർഫോമൻസിന്റെ ബേസിസിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഫസ്റ്റ് റാങ്ക് ടു 10th റാങ്ക് വരെ. സോ ഇങ്ങനെ റാങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സ് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ് അത്, അല്ലെങ്കിൽ അത് ആൾക്ക് 5th റാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഓൾസോ അതിൽ ആര് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ളൊരു ഇൻഫോർമേഷനും കൂടി നമുക്ക് ആ നമ്പേഴ്സിൽ നിന്ന് കിട്ടും. അതാണ് ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ റാങ്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അത് സെക്കൻഡ് റാങ്കിനേക്കാളും ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് ഉള്ള ആളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ മാഗ്നിറ്റ്യൂഡ്, അതായത് ആളുടെ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഇവിടെ എന്തായിരുന്നു, അക്കാഡമിക് പെർഫോമൻസ് എന്നുള്ളതായിരുന്നു നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് കണക്കാക്കിയത്. സോ ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിൽ അയാളുടെ ക്വാളിറ്റി എന്താന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ഓർഡിനൽ സ്കെയിൽ. Now, ordinal measure reflects which person or object is larger or smaller, heavier or lighter, brighter or duller,
harder or softer etc than others. So ഈ ഒരു ഓർഡിനൽ മെഷർ ആണെന്നാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓർ ഈവൻ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നിനേക്കാളും ബെറ്റർ ആണോ, അത് ലൈക്ക് പല രീതിയിൽ, ഇപ്പൊ സൈസിന്റെ കേസിലാണെങ്കിൽ ലാർജർ ആണോ സ്മോളർ ആണോ എന്നുള്ളത് നമുക്ക് പറയാം, വെയിറ്റിന്റെ കേസിൽ ഹെവിയർ ആണോ ലൈറ്റർ ആണോ എന്നുള്ളത് പറയാം, ഹ്യൂവിന്റെ കളർ ഹ്യൂവിന്റെ കേസിൽ ബ്രൈറ്റർ ആണോ ഡള്ളർ ആണോ എന്നുള്ളത് പറയാം, ഹാർഡർ ആണോ സോഫ്റ്റർ ആണോ എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ ക്വാളിറ്റി നമുക്ക് എന്താ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതും ഈ ഒരു ഓർഡിനൽ മെഷറിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ ഈസ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓർഡിനൽ സ്കെയിലിന്റെ ഒരു വെൽ എക്സ്പ്ലെയിൻഡ് എക്സാമ്പിൾ ആണ്. അപ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ളവരുണ്ട്, മിഡിലുണ്ട്, ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുണ്ട്. സോ ഈ മൂന്ന് ഗ്രൂപ്പുകളിൽ, അതായത് ഹയർ സോഷ്യോ എക്കണോമിക്, മിഡിൽ ആൻഡ് ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ ഏറ്റവും ഹയർ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവർ സോഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രിവിലേജ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ദാൻ ദി മിഡിൽ ആൻഡ് ലോവർ എക്കണോമിക് സ്റ്റാറ്റസ് പീപ്പിൾ. ഓക്കെ, അപ്പം അവിടെ ഹയർ എന്ന് പറയുന്നത് 1ഉം മിഡിൽ എന്ന് പറയുന്നത് 2ഉം ആൻഡ് ലോവർ എന്ന് പറയുന്നത് നമ്മൾ 3 ആയിട്ടായിരിക്കും കണക്കാക്കുക. സോ ആ കേസിൽ 1 എന്ന് പറയുന്ന ഗ്രൂപ്പ് 2 and 3നേക്കാളും സോഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ് മറ്റൊന്നിനേക്കാളും ബെറ്റർ അല്ലെങ്കിൽ ഏതാണ് മറ്റൊന്നിനേക്കാളും വീക്കർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ ഈ ഒരു സ്കെയിലിൽ സാധിക്കും. ഓക്കെ, so in ordinal measurement, relationship of equivalence and a relationship of greater than or lesser than exists because all members of any particular subclass are equivalent to each other and at the same time greater or lesser than the members of other subclasses. സോ ഈ ഒരു ഓർഡിനൽ മെഷർമെന്റിന്റെ അകത്ത് നമുക്ക് റിലേഷൻഷിപ്പ് ഓഫ് ഇക്വലൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഓഫ് ഒരു ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ നോമിനൽ സ്കെയിൽ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു, അവിടെ നമുക്ക് ഇക്വലൻസിന്റെ കാര്യം മാത്രമേ പറയാൻ പറ്റിയിരുന്നുള്ളൂ. ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത്, ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ എപ്പോഴും ഈക്വൽ ആയിരിക്കും, 2 ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഇത് മാത്രമേ നമുക്ക് നോമിനൽ സ്കെയിലിന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓർഡിനൽ സ്കെയിലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഈക്വലൻസിന്റെ റിലേഷൻഷിപ്പും അതേസമയം ഒരു ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസർ ദാൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു പെർട്ടിക്കുലർ സബ് ക്ലാസ്സിലുള്ള എല്ലാ ആൾക്കാരും ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ഹയർ എക്കണോമിക് സ്റ്റാറ്റസുള്ള ആൾക്കാരാണ്, അതായത് 1 എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും തമ്മിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിന്റെ ബേസിസിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷെ 2 ഡിഫറെന്റ് സബ് ക്ലാസസിലുള്ള ആൾക്കാർ, അതായത് ഇപ്പം 1 എന്ന് പറയുന്ന ഹയർ എക്കണോമിക് സ്റ്റാറ്റസും 2 എന്ന് പറയുന്ന മിഡിൽ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഈക്വൽ അല്ല. ആൻഡ് അവിടെ ഒരു ഗ്രേറ്റർ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുന്ന എക്സ്പ്ലനേഷനും കൂടി വരുന്നുണ്ട്. അതായത് 1 എന്ന് പറയുന്ന ഹയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആർ ഗ്രേറ്റർ അല്ലെങ്കിൽ ആർ മോർ സോഷ്യലി പ്രിവിലേജ്ഡ് നമുക്ക് പറയാൻ പറ്റും. സോ this relationship of equivalence as well as relationship of a greater than or lesser than exist in ordinal measurement. And the permissible statistical operations are median, percentiles and rank order correlation coefficients and plus all those which are admissible for nominal scale. Nominal scale എന്തൊക്കെ statistical operations യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു, അത് കൂടാതെ നമുക്ക് മീഡിയൻ, പെർസെന്റൈൽസ് ആൻഡ് റാങ്ക് ഓർഡർ കോറിലേഷൻ കോഎഫിഷ്യന്റും കൂടി നമുക്ക് ഈ ഒരു ഓർഡിനൽ സ്കെയിലുള്ള വേരിയബിൾസിൽ യൂസ് ചെയ്യാൻ പറ്റും. And the drawback is that measures are not absolute quantities, nor do they convey that the distance between the different rank values is equal, because they are not equal interval measurements, nor they have absolute zero. അതായത് ഇവിടെ നമ്മളിപ്പം അക്കാഡമിക് പെർഫോമൻസിന്റെ ബേസിസിൽ നമ്മൾ റാങ്ക് തീരുമാനിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് ഇപ്പം നമുക്ക് 3 റാങ്ക്സ് മാത്രം തൽക്കാലം കൺസിഡർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആള് ഒബ്വിയസ്ലി സെക്കൻഡ് റാങ്കിനേക്കാളും ബെറ്റർ ആയിട്ട് അക്കാഡമിക്കലി പെർഫോം ചെയ്ത ആളാണ്.
പക്ഷേ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്നുള്ളത് പറയുന്നില്ല. അപ്പം ഫസ്റ്റ് കിട്ടിയ ആൾക്ക്, അതായത് ഫസ്റ്റ് റാങ്ക് വന്ന ആൾക്ക് 99 സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. സെക്കൻഡ് വന്ന ആൾക്ക് 98 ഉണ്ടായിരുന്നു. തേർഡ് വന്ന ആള് മേ ബി 70 സ്കോർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. സോ ഈ സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ് വെൻ കമ്പയർ ടു ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റാങ്കുകൾ തമ്മിൽ അല്ലെങ്കിൽ ഓർഡിനൽ സ്കെയിലുള്ള ഈ നമ്പേഴ്സ് തമ്മിൽ ഒരു ഈക്വൽ ഇന്റർവെൽ അല്ല ഉള്ളത്. അത് കാരണം തന്നെ ഈ ഡിഫറെന്റ് റാങ്കുകൾ തമ്മിലുള്ള ആ ഒരു ക്വാളിറ്റീന്റെ വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ഓർഡിനൽ സ്കെയിലിൽ പറയാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് റാങ്ക് ആൻഡ് സെക്കൻഡ് റാങ്ക് തമ്മിലുള്ള റാങ്കിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. സെക്കൻഡും തേർഡും തമ്മിലുള്ള റാങ്കിന്റെ ഡിഫറൻസ് 1 ആണ്. പക്ഷെ ആ റാങ്ക് അവർക്ക് കിട്ടാൻ കാരണമായിട്ടുള്ള അവരുടെ മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്കിന് 99ഉം സെക്കൻഡ് റാങ്കിന് 98ഉം തേർഡ് റാങ്കിന് 70 ആയിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തീരുമാനിച്ചത് വെറും 1 മാർക്കിന്റെ ഡിഫറൻസിന്റെ ബേസിസിലാണ്. പക്ഷെ സെക്കൻഡും തേർഡും പോയത് എങ്ങനെയാണ്? ഓൾമോസ്റ്റ് ലൈക്ക് 28 മാർക്സിന്റെയോളം ഡിഫറൻസിലാണ് അത് വരുന്നത്. സോ നമുക്ക് ആ ഒരു ഈക്വൽ ഇന്റർവെൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഡിഫറെന്റ് റാങ്കിലുള്ള ആൾക്കാരുടെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിലുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും സ്കെയിൽസ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മെഷർമെന്റ് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ സ്കെയിലും, അതായത് ഇപ്പം സെക്കൻഡ് ലെവലിലുള്ള സ്കെയിൽ ആണെന്നാണെങ്കിൽ ഈ സെക്കൻഡ് ലെവലിലുള്ള ഓർഡിനൽ സ്കെയിലിന് അതിന്റെ തൊട്ട് താഴെയുള്ള ഏതൊക്കെ സ്കെയിൽസ് ഉണ്ടോ അതിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഈ ഒരു സ്കെയിലിനും ഉണ്ടാവും. സോ ഇത് സെക്കൻഡ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെവലിലുള്ള നോമിനൽ അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവലിലുള്ള ഈ നോമിനൽ സ്കെയിലിന്റെ പ്രോപ്പർട്ടീസും പ്ലസ് ഓർഡിനൽ സ്കെയിലിനായിട്ട് പറഞ്ഞ ഈ സർട്ടൻ പ്രോപ്പർട്ടീസും കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. സോ ഇപ്പൊ ഹയസ്റ്റ് ലെവലായിട്ടുള്ള 4th ലെവലിലുള്ള സ്കെയിലാണ് റേഷ്യോ എന്ന് പറയുന്നത്. സോ റേഷ്യോ എന്ന് പറയുന്ന സ്കെയിലിന് നമ്മൾ പറയുന്ന നോമിനലിന്റെയും ഓർഡിനലിന്റെയും ഇന്റർവൽ സ്കെയിലിന്റെയും എല്ലാ പ്രോപ്പർട്ടീസും കൂടി അടങ്ങുന്നതായിരിക്കും റേഷ്യോ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന സമയത്ത് ഓരോ സ്കെയിലിനും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സ്കെയിലിന് മാത്രം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ അതിന്റെ അർത്ഥം ആ ഒരു പ്രോപ്പർട്ടീസ് മാത്രമേ ഈ ഒരു സ്കെയിലിനുള്ളൂ എന്നുള്ളതല്ല, അതിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ അതിന്റെ ലോവർ ലെവലിൽ വരുന്ന എല്ലാ സ്കെയിൽസിന്റെയും പ്രോപ്പർട്ടീസ് ഈ ഒരു പെർട്ടിക്കുലർ സ്കെയിലിനും കൂടി ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ബാക്കി 2 സ്കെയിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.